ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ചായയുടെ ഒരു റെസിപ്പിയാണ്. ഈ ഒരു ചായ റെസിപ്പി സാധാരണ ചായയല്ല, വ്യത്യസ്തമായ ഒരു വെറൈറ്റി ചായയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചായ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പൂൺ അളവിൽ 1 സ്പൂൺ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. 1 കവർ പാലാണ് ഈ ഒരു ചായക്ക് എടുക്കുന്നത്, അതിനനുസരിച്ചുള്ള അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതേ സ്പൂൺ അളവിൽ തന്നെ 1 സ്പൂൺ തൊലി കളഞ്ഞിട്ടുള്ള കപ്പലണ്ടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടുകൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഈ ഒരു മിക്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്, നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല മിനുസായിട്ടൊന്നും ഇരിക്കില്ല, ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. ഇനി അടുത്തതായിട്ട് ചായ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 കവർ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1 കവർ പാല് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാലിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയായ കുടിക്കാൻ കൊള്ളത്തില്ല, അപ്പോൾ അത് കാരണം കൊണ്ട് 2 ഗ്ലാസ് അളവിലുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മിക്സ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്പൂൺ അളവിൽ 2 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആദ്യമേ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തേക്കാം. ഈ പാലിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള മിക്സ് എല്ലാം കൂടെ താഴെ ഉറഞ്ഞു കിടപ്പുണ്ടാവും, അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുള്ള ആ ഒരു ചൂടിൽ പെട്ടെന്ന് ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയും ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേയില ഇട്ട് കൊടുക്കാം. ഈ ഒരു സ്പൂൺ അളവിൽ 1.25 സ്പൂൺ തേയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ഇനി ചായയുടെ കറക്റ്റ് കളർ ആവുന്നവരേക്കും തേയില ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറക്റ്റ് കളർ മതി. ഇനി ഒരുപാട് നമ്മൾ കടുപ്പം ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുടിക്കാനായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ സാധാരണ ചായ പോലെയല്ല, ഇതിൽ അണ്ടിപ്പരിപ്പിൻ്റെയും കപ്പലണ്ടിയുടെ ഒക്കെ മിക്സ് ചേർന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കറക്റ്റ് പരുവത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ചായയുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടി ഒരു ചോക്ലേറ്റ് സിറപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്ലേവർ ചേർത്ത് കൊടുത്താലും മതി. സ്ട്രോബെറിയുടെ സിറപ്പോ അല്ലെങ്കിൽ പിസ്ത സിറപ്പോ അങ്ങനെ ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണിത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് സിറപ്പാണ്. ഇനി ഈ ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 10 രൂപയുടെ 2 പാക്കറ്റ് ചോക്ലേറ്റ് സിറപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കാച്ചി വെച്ചിട്ടുള്ള ചായ ഈ ഒരു കപ്പിലേക്ക് അരിപ്പ വെച്ചുകൊണ്ട് അരിച്ചൊഴിച്ചു കൊടുക്കാം. മുഴുവൻ ചായയും അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരിപ്പിലുള്ളതൊന്ന് മാറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള നല്ലൊരു ചായ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ടൊന്ന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.